കഴിഞ്ഞ ദിവസങ്ങളിലെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് രതിയുടെ സാക്ഷ്യമാണ്. അവരുടെ സാക്ഷ്യം ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അക്രൈസ്തവ സഹോദരങ്ങൾ ഒത്തിരി പേര് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ഈ മാസം തന്നെ ഉണ്ടായിരുന്നു. എല്ലാം ഉള്ള ക്യാപിറ്റൽ സാക്ഷ്യങ്ങളാണ് ഉള്ളത്, ചെറിയ സാക്ഷ്യങ്ങളല്ല. പക്ഷേ രതി പറഞ്ഞതിൻ്റെ ഒരു വിഷയം എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്, 2019 ഞാൻ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിലെ അനുഗ്രഹത്തിൻ്റെ ഘോഷയാത്രയാണ്. അത്രയും സാഹിത്യമൊക്കെ എങ്ങനെ പറഞ്ഞെന്ന് ഓർക്കണത്. പക്ഷേ ഞാൻ അതിൻ്റെ എന്താണ് ഇവർ പറയുക, ഇത്രയും പറഞ്ഞതിന് ശേഷം ഇവരെന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഒന്ന് 35 വയസ്സോടെ ഒരു കല്യാണം ഒത്തില്ല. മാതാവിനോടൊന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം വെക്കണമെന്നല്ല പറഞ്ഞത്, എന്നെപ്പോലെ ശാന്തശീലതയും സൗമ്യ സ്വഭാവവുമുള്ള ഒരാളെ വേണം എനിക്ക് തരാൻ. അയാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം. കണ്ടീഷൻസാണത്. അത് അങ്ങനെയൊക്കെ മാതാവിനോട് പറയണമെങ്കിൽ അത്രയും ബന്ധം നമുക്കുണ്ടാകണം, അത്രയും വിശ്വാസം ഉണ്ടാകണം. നമുക്കിങ്ങനെ പറയാവോ, പറഞ്ഞാൽ ഒക്കുവോ, അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? അതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നമാണ്. ദൈവത്തോട് എന്ത് പറയാം, എന്ത് പറയേണ്ട എന്നൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ അവർ റിലേഷൻ, പേഴ്സണൽ റിലേഷൻ, വ്യക്തിപരമായ ബന്ധത്തിലാണ്. അത് വലിയ ഒരു വിഷയമാണ്. പ്രാർത്ഥനയുടെ കാമ്പെന്ന് പറയണത് നിങ്ങളുടെ പേഴ്സണൽ റിലേഷനാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ പരിചരിച്ച് കൊണ്ടുവരേണ്ടതാണ്, ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് പേഴ്സണൽ റിലേഷൻ. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും ഈ ധ്യാനം ഏതെല്ലാം സമയത്ത് എവിടെയെല്ലാമോ വെച്ച് ഈ ധ്യാനത്തിലെ ഓൺലൈനായി സംബന്ധിക്കാനിരിക്കുന്നവരും അടിസ്ഥാനപരമായി ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധവും ആ ബന്ധത്തിന്റെ ഭാഗമായ ഒരു വിശ്വാസവും ഉണ്ടാകുന്നതിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഞങ്ങളെ അഭിഷേകം ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വലിയ ദൈവാഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ലൂക്കാ സുവിശേഷമുണ്ട്. ആ സുവിശേഷം അനുസരിച്ചാണ് ആ പ്രാർത്ഥന പോകുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെന്ത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, ആ പ്രാർത്ഥന വിസിബിളാണോ എന്ന് മാത്രമാണ്, വചനാധിഷ്ഠിതമാണോ, അതാണ് വിഷയം. പ്രാർത്ഥന വചനാധിഷ്ഠിതമാണെങ്കിൽ നിനക്കത് ടെക്നിക്കലായിട്ട് പ്രോബ്ലംസ് ഒന്നുമില്ല അത് നിനക്ക് ലഭിക്കാൻ. എന്താ വചനം, എന്താ അതിൻ്റെ അത്? ലുക്കാ 11:11 രതിയുടെ പ്രാർത്ഥനയിലെ വചനം എന്താ? ലുക്കാ 11:11 മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? അതായത് ഇല്ലെന്നാണ്. മീൻ ചോദിച്ചാൽ മീൻ തന്നെ കൊടുക്കുമെന്നാണ്. അതാണ് വിഷയം. അത് വചനാധിഷ്ഠിതമാണ്, അല്ലാതെ അഹങ്കാരമോ തോന്നിവാസമോ അല്ല. അവരുടെ ആവശ്യമാണ്, അവിടെ ആവശ്യമാണത്. അവർ നിഷ്കളങ്കമായി ചോദിച്ച ഒരു ആവശ്യമാണ്. അതിൻ്റെ അകത്ത് കളങ്കമൊന്നുമില്ല. ആവശ്യങ്ങളിൽ കളങ്കം വരരുത്. ഇപ്പം രതി നിഷ്കളങ്കമായി ചോദിച്ചാൽ ഞാനതിനൊരു പോസ്റ്റ്മോർട്ടം ചെയ്യണം ആ പ്രാർത്ഥനയെ. അതായത് അവളെന്താ പറഞ്ഞത്? എനിക്ക് 35 വയസ്സായി. 35 വയസ്സാകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു റിസ്ക്കാണ്. കല്യാണം അവിടെ പോലെ റിസ്ക്കായി തുടങ്ങും. ജീവിത പങ്കാളികളുടെ എണ്ണം കുറഞ്ഞു വരും. പക്ഷേ റിസ്ക് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന അവൾ എന്നാ പ്രാർത്ഥിക്കണത്? എനിക്ക് ഗവൺമെൻറ് ജോലിക്കാരനെ തന്നെ വേണം. രണ്ടാമത്തെ കണ്ടീഷൻസ് എന്താണ്? അയാൾ എന്നെപ്പോലെ
സൽസ്വഭാവിയും ശാന്തനും സമാധാനപ്രിയനും ഒക്കെ ആയിരിക്കണം. അപ്പോൾ പുള്ളിക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, അവരാരാണെന്നുള്ളതിനെക്കുറിച്ച്. ഇത് വലിയൊരു കോൺഫിഡൻസാണ്. അക്രൈസ്തവ സഹോദരിയാണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ പൊന്നാണ്. അത് അവർ എന്നെപ്പോലെ ശാന്തശീലതും നല്ല സ്വഭാവമുള്ള ആളായിരിക്കണമെന്ന്. അവർക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട്. എന്നിട്ട് എന്താ പറയണത്? ഞാൻ ചോദിച്ചത് തന്നെ ഈശോ തന്നു എന്നാണ്. സമാധാനപ്രിയനാണ്, ശാന്തനാണ്, ദൈവഭയമുണ്ട്, പിന്നെ കൂടാതെ ഗവൺമെൻറ് ജോലിയുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചത് ഉടമ്പടിയുടെ ഒരു റേഞ്ച് അതാണ്. പക്ഷേ ഇതെല്ലാം ഇപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ ഗവൺമെൻറ് തഹസിൽദാരായാലും ശരി ആരായാലും നമ്മളോട് ചോദിക്കുന്നത് സ്കീം വരട്ടെ എന്നേ പറയത്തുള്ളൂ. അതിൻ്റെ സ്കീം ഉണ്ടോ എന്ന് നോക്കട്ടെ. സ്കീം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെൻറ് സർവൻസിന് ഗവൺമെൻറ് സ്കീം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അഴിമതിയാവും. ഇതുപോലെ തന്നെ ബിബ്ലിക്കൽ സ്കീമുണ്ട്. ഇവളുടെ രതിയുടെ അപേക്ഷ എന്ന് പറഞ്ഞ സ്കീം അനുസരിച്ചാണ്. എന്താണ് അത്? ലൂക്ക 11:11 എന്താണ്? മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം മുട്ട തന്നെ നമ്മൾ ചോദിക്കണത് തന്നെ തരുന്നതിന് ദൈവത്തിന് യാതൊരുവിധ തടസ്സങ്ങളും നിലനിൽക്കുന്നില്ലെന്നാണ്. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ ചോദിക്കുന്ന തന്നെ തരുന്നതിന് യാതൊരു തടസ്സവും നിലനിൽക്കുന്നില്ല. പക്ഷേ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ ചോദിക്കുന്നതിൽ കളങ്കം ഉണ്ടാകരുത്. കളങ്കിതമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും വരുന്നൊരു വിഷയം, പ്രാർത്ഥനയ്ക്ക് കളങ്കം വരും. ഞങ്ങളത് ഉടമ്പടി ബ്ലാക്ക് എന്ന് വിളിക്കണതിന്. ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായ ദൈവത്തിന് കൂടി വിസിബിളായിട്ടുള്ള ഒരു അപേക്ഷയായിരിക്കണം അത്. ഇപ്പം നിങ്ങൾക്ക് 3 നില വീടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചോ? അപ്പോൾ ഇന്നാളെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, ഇതാണ് ഞാൻ 1 നില വീട് ചോദിച്ചു, കർത്താവ് എനിക്ക് 18 മുറിയുള്ള വീട് തന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ 18 നില കൊണ്ട് എന്നാ കാണിക്കാൻ പോകണമെന്ന് ചോദിച്ചു. കാര്യം വീട്ടിൽ ഒരു പെൺകൊച്ചും അവരും അപ്പനേ ഉള്ളൂ, അത്ര 3 പേരേ ഉള്ളൂ. 6 മുറി വെച്ച് ഇവർ മാറി താമസിക്കേണ്ടി വരും. അപ്പോൾ അതിനൊരു ആളുകളിയുണ്ട്. അടുത്തുള്ള വീട്ടുകാരുടെ വീടിന് ഇത്ര വലിപ്പമായത് കൊണ്ട് ഇവരും അതുപോലെ വലിപ്പം ചോദിക്കുകയാണ്. ഇവിടെയാണ് കളങ്കം എന്ന് പറയുന്നത്. കളങ്കിതം, ഉദ്ദേശശുദ്ധി ഇല്ലെങ്കിൽ കളങ്കമായി പോകും. അത് ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഉടമ്പടിയിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഇതിൻ്റെ രതിയുടെ ഈ വിഷയത്തിൽ കളങ്കമില്ല. മനഃശുദ്ധിയോടുകൂടി അവൾക്ക് അതിൻ്റെ അകത്ത് വേറെ ഒന്നും തോന്നിയില്ല. അവളെന്നെപ്പോലെ ശാന്തനായ ദൈവഭയമുള്ള ഒരാളെ വേണം, എനിക്ക് സെക്യൂരിറ്റി വേണമെന്നൊക്കെ പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അത് അവളുടെ ഒരു അറിവിൻ്റെ പരിമിതിയാണ്. എല്ലാവരും ഗവൺമെൻറ് ജോലിക്കാരും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 മദ്രാസ് സ്റ്റേറ്റ് ഇവിടെ കൂട്ടിയിടേണ്ടി വരുമായിരിക്കും. എല്ലാവർക്കും തന്നെ എല്ലാ ചേച്ചിമാരും ഗവൺമെൻറ് ജോലി ചോദിച്ചാലേ, ഭർത്താക്കന്മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മദ്രാസിലുള്ള ഇതും കൂടി സീറ്റ് കൂടി നമുക്ക് തരേണ്ടി വരും. അപ്പോഴേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് ആ പാവം ശുദ്ധഗതിക്ക് അങ്ങനെ ചോദിച്ചു, പക്ഷേ അതൊരു മാതൃകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃകയല്ല. കാര്യം ദൈവം നമ്മളെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് മാത്രമേ ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളൂ. ഏത് വിധേനയാകണമെന്നുള്ളത് അത് ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കണം. ഏത് വിധേനയാകണമെന്നുള്ളത് നമുക്കിപ്പോൾ എല്ലാവരും ഇവിടെ IELTS എഴുതി ഇപ്പോൾ തന്നെ കാനഡയിലേക്കും UK പോവുകയാണ്. ഇവിടെ കേരളത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്ന കൂടിയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളെന്താ ഇപ്പോൾ ഇത് ഒക്കെ എഴുതിയാൽ PSC എഴുതിയാൽ ഇവിടെ കിട്ടുമല്ലോ. അപ്പോൾ അവർ ചിരിക്കും. എന്ത് കാര്യം, ഞാനുമായിട്ട് തർക്കിക്കാൻ അവിടെ തയ്യാറല്ല. അതാണ് അവർ ചിരിക്കണത്. ആ ചിരിയുടെ അകത്ത് കുറേ കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇവിടെ നിന്നാൽ അപ്പനെയും അമ്മനെ നോക്കേണ്ടി വരും. അതാണ് ഒരു ചിരി, കള്ളച്ചിരിയുടെ അടുത്തുള്ള സാധനം. അപ്പനെയും അമ്മയും നോക്കേണ്ടി വരും, അതൊരു വിഷയമാണ്. അവരെ ചുവന്ന ആശുപത്രിക്ക് പോകേണ്ടി വരും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ജീവിതം ആശുപത്രിയിലും അടുക്കളയ്ക്കൊക്കെ ആയിട്ട് തള്ളപ്പെടും. ഇപ്പോൾ ടീച്ചർമാരാണെന്ന് പറഞ്ഞാൽ തന്നെ വൈകുന്നേരം ആകുമ്പോൾ വരികയില്ലേ, വന്നാലും ജോലിയൊക്കെ എടുക്കണമല്ല. കുറച്ച് കാലമൊക്കെ നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങാമെങ്കിലും നമ്മൾ മാത്രം ഉത്തരവാദിത്തമുള്ള ജീവിതം വരുമ്പോൾ ടീച്ചർമാരെ കിടക്കുമ്പോൾ 11:30 മണിയാവും.
അപ്പോൾ ഇങ്ങനെയുള്ള നൂലാമാലകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. പിന്നെ ആവശ്യമില്ലാത്ത അവിടെ ഫെഡറലായത് കാരണം അടിച്ച് പൊളിച്ച് ജീവിക്കാം. ആരും ആരുടെ കാര്യത്തിൽ ഇടപെടേണ്ട, നമ്മുടെ കാര്യത്തിൽ ആരും വന്ന് ഇടപെടത്തില്ല. ഇങ്ങനെയൊക്കെ കുറേ ധാരണകളുണ്ട്. ഈ ധാരണകൾ വെച്ചുകൊണ്ട് ഒരു ഒളിച്ചോട്ടമാണോ ഈ വിപ്രാസി ചെയ്യണമെന്ന് കർത്താവ് ചോദിച്ചാൽ, അതിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കഴമ്പില്ല എന്നുണ്ടെങ്കിൽ ഇത് മിക്കവാറും ഈ പ്രാർത്ഥന ആധ്യാത്മികമായിട്ട് ഗുണം ചെയ്യത്തില്ല. ഭൗതികമായിട്ട് ഗുണം ചെയ്യുകയേ അത് 70 കൊല്ലമല്ലേ ഉള്ളൂ. 70 കൊല്ലം തന്നെ ചെയ്യുവാന്ന് അറിയത്തില്ല. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടത് 40 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയ കക്ഷികളാണ്. ഇപ്പം 40ാമത്തെ കൊല്ലം തിരിച്ച് വന്നിരിക്കണ്ടേ, ഇവിടെ മരിക്കാൻ വേണ്ടി വന്നിരിക്കുക. 40 കൊല്ലം മുമ്പ് അമേരിക്കയിൽ പോയവരാണ്. അത്യാവശ്യം പൈസയൊക്കെ എല്ലാം ഉണ്ടാക്കി നിറച്ച് മാലയും പൊന്നൊക്കെ ഇട്ടുകൊണ്ട് അവരങ്ങനെ വീഡിയോയിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ്? മരിക്കാൻ സമയമായി, അപ്പോൾ ഇങ്ങോട്ട് പോരുകയാണ്. അവിടെ മരിക്കാൻ കൊള്ളത്തില്ല സ്ഥലം. അതാണ് വിഷയം. അപ്പോൾ ഇതിനുള്ളിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, സഹോദരങ്ങളെ സന്ധിക്കണം, അയൽവാസിനെ സന്ധിക്കണം, കുറേ ആൾക്കാരെ സന്ധിക്കേണ്ടി വരും. അയൽവാസികളില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രസവമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും രഹസ്യ അജണ്ട പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഉടമ്പടിയാണ് കാര്യം ശരി, പക്ഷേ ഇതിൻ്റെ നീ മനുഷ്യനെ മറന്ന് ദൈവത്തെ മറന്നുള്ള സ്വതസിദ്ധമായ സ്വകാര്യ സന്തോഷങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും രഹസ്യമായ കാര്യപരിപാടികൾ പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിഷ്കളങ്കമല്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിഷ്കളങ്കമായ പ്രാർത്ഥനയാൽ മനുഷ്യനെയും ദൈവത്തെയും കൂടെ കൂട്ടുന്ന പ്രാർത്ഥനയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ ഞങ്ങൾക്ക് നൽകണമേ. പാടുക. എപ്പോഴും ഈ പ്രാർത്ഥന സ്പ്രൗട്ട് ചെയ്യേണ്ട ഒരു കൾച്ചർ ചെയ്യേണ്ട ഒരു ഹൃദയത്തിൻ്റെ ഒരു ഫോർമാറ്റുണ്ട്. അത് നമുക്ക് ചില മണ്ണിലൊക്കെ നമ്മൾ എന്ത് വിതച്ചാലും ഇങ്ങനെ മെല്ലിച്ച് മഞ്ഞച്ചൊക്കെ തന്നെ കാണാം. ശ്രദ്ധിക്കണം അച്ഛൻ പറയുന്നത്. ചില മണ്ണിലെ പയണൊക്കെ കൂടുതലുള്ള മണ്ണിലൊക്കെ നമ്മൾ എന്തെങ്കിലും വിതച്ച് നെല്ലോ ഗോതമ്പ് വിതച്ചാലും മഞ്ഞ നിറത്തിലെ ഒരു അല്ലെ കെടുവള്ളം. ഈ കെടുവളം ഉണ്ടല്ലോ, പലതരത്തിലുള്ള വളങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യണ ഭൂമിയാണെങ്കിൽ ഈ മഴ പെയ്യുമ്പോഴൊക്കെ ഒരു തന്നെ ഇരുമ്പിൻ്റെ കറ പോലെ സാധനം പുറത്തേക്ക് വരികയല്ലേ മണ്ണിൻ്റെ മുകളിൽ. അത്ര മണ്ണിലൊക്കെ നമ്മൾ എന്തെങ്കിലും നടുകയാണെങ്കിൽ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കോലച്ച് വരും. കറുത്ത നിറത്തിൽ വരേണ്ടതാണ് അല്ലേ. ഇതുപോലെ പ്രാർത്ഥന നല്ല കരിമ്പച്ചയായ പ്രാർത്ഥനയുണ്ട്, മഞ്ഞ പ്രാർത്ഥനയുണ്ട്. മഞ്ഞ പുസ്തകം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതായത് മാലിസായിട്ടുള്ള ലിറ്ററേച്ചർ. അതുപോലെ തന്നെ പ്രാർത്ഥനയും മഞ്ഞപ്രാർത്ഥനയുണ്ട്. എന്നുവെച്ചാൽ നല്ല വളക്കൂറുള്ള ഹൃദയത്തിൽ നല്ല പ്രാർത്ഥന വരുന്നെങ്കിൽ അത് മഞ്ഞപ്രാർത്ഥനയായിപ്പോവും.
കോലച്ച പ്രാർത്ഥനയായി പോകും. എന്താ ഉദാഹരണം? ഇപ്പോൾ വളക്കൂറുള്ള ഹൃദയം, ഇപ്പോൾ ഹൃദയത്തെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നല്ലേ വരണത്. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്താ നോക്കണത്? ഹൃദയത്തേലേ നോക്കണത്. നമ്മൾ കൈ ഉയർത്തിയിട്ടുണ്ട്, മുട്ടയൊക്കെ വന്ന് കിടക്കണമെന്നൊന്നും ഈശോ നോക്കത്തില്ലേ? അത് സെക്കൻഡ് റെഫറൻസാണ്. നമ്മളെ കൈ ഉയർത്തണത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ യന്ത്രം പോലെ ഞങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തും, കൈ അടിച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കൈ അടിക്കും. അപ്പോഴേ അതൊക്കെ ഒരുതരം നമ്മൾ പറയുന്ന കൊണ്ട് നിങ്ങളത് ചെയ്തു പോണതാണ്. പക്ഷെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഈ ശരീരഭാഷയ്ക്കെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് ബന്ധമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമായിട്ട് ബന്ധമുണ്ട്. മുട്ടേ നിൽക്കുകയാണെങ്കിൽ മുട്ടേ നിൽക്കുന്നതും ഒരു പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനമാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏത് ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇതിനേക്കാൾ പെർഫെക്റ്റായിട്ട് ഒരു പ്രെയർ ഫോർമുല ഇനി കിട്ടാനില്ല. അത്രയും പെർഫെക്റ്റാണ്. കാരണം ഇത് ഫീൽഡിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ഒരു പ്രാർത്ഥനയാണ്. അതേസമയം തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റ് പ്രാർത്ഥന പോലെ ഹൈപ്പോത്തിസിസ് അംബിഗ്വസ് ആയിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. ഷാർപ്പ് ഷൂട്ടറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഉന്നവെക്കുന്ന വിഷയം, ഈ ഉടമ്പടി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പാഡ്, ഇപ്പം മിസൈലൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പാഡില്ലേ, അതും അതിൻ്റെ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സ് ഏത് രീതിയിലായിരിക്കണം. കാര്യം ആ മനസ്സിന് മാറ്റമില്ല. അത് ഈ കെടുവളം പോലെയൊക്കെ ഉള്ള അവസ്ഥയാണെങ്കിൽ ഉടമ്പടി ഈ മഞ്ഞച്ച് കോലച്ച് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? നല്ല ഷൂട്ട് ചെയ്ത് കരിമ്പച്ചയായിട്ട് ഇങ്ങോട്ട് വരണം. അതാണ് 100 മേനി 60 മേനി വിളവ് നൽകണത്. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയണത്, പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനാ ഹൃദയമാണ് ആദ്യം ഉള്ളത്. അതെപ്പോഴും നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത് അല്ല, പ്രാർത്ഥനാ ഹൃദയം വേണം. അതെന്താണെന്ന് വെച്ചാൽ പറയാം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായ ഒരു ഹൃദയം നൽകണമേ. നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട പ്രീ റിക്വസിറ്റ് എന്ന് പറയണത്, മുന്നാവശ്യം എന്ന് പറയണത് പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയമാണ്. പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയം. അപ്പോൾ പലപ്പോഴും വിഷയം ദൈവം എപ്പോഴും നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. കർത്താവ് പറയുന്ന വാക്കാണത്, നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അവിടെയാണ് വിഷയം. അത് കാര്യം വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷണീയമായ ഹൃദയമല്ല. നമ്മൾ ഈ വിഷയത്തെ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം അങ്ങനെ നിങ്ങൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരുമിച്ച് കറക്ഷന് വിധേയമാകുകയാണെങ്കിൽ ഉടമ്പടി കുറച്ചുകൂടി സ്പീഡപ്പ് ആകാൻ സാധ്യതയുണ്ട്. കാര്യം ഉടമ്പടി ടാർഗറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെയല്ല, സബ്ജക്റ്റിനെയാണ്. അത് നമ്മളെപ്പോഴും ഇപ്പം നമുക്ക് കല്യാണം വെക്കുക, അത് ഒബ്ജക്റ്റാണല്ലേ, വസ്തുവാണ്, പുറത്താണ്, നമുക്ക് പുറത്ത് സംഭവിക്കണ, നമുക്ക് തരേണ്ട അനുഗ്രഹമാണ്. പക്ഷേ നമ്മളെ ഉടമ്പടിയുടെ സമീപനത്തിൽ ആ കർമ്മത്തെക്കാളുപരി കർത്താവിനെ, ആ വ്യക്തിയെ, സബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ റേഞ്ച് കുറച്ചുകൂടി വ്യത്യാസം വരും. വ്യക്തിയെ, അതാണ് അച്ഛൻ ഈ പ്രാർത്ഥനയ്ക്ക് അനുപേക്ഷിതമായ ഹൃദയം എന്ന് പറയുന്നത്. എന്നപ്പോൾ നമുക്ക് ജോലി, അപ്പോൾ ജോലി, പിന്നെ അതിൻ്റെ ശമ്പളം, അത് പുറത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് ഈ പ്രാർത്ഥന സ്പീഡപ്പ് ചെയ്യാൻ, വൈ ഐ ഷുഡ് ഗീവ്, എന്തുകൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു ഹൃദയമായി മാറാൻ പ്രത്യേകം നമ്മൾ ഒരു ശ്രദ്ധയുണ്ടാകണത് ഉടമ്പടിയുടെ സ്പീഡ് സഹായിക്കും. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ വിശ്വാസവും ദൈവസ്നേഹവും പ്രത്യാശയും കൊണ്ട് നിറച്ച് ഉടമ്പടിക്ക് അനുയോജ്യമായ ഒരു ഹൃദയമായി എന്നെ പരിവർത്തനം ചെയ്യിക്കണമേ. എന്നെ പരിവർത്തനം ചെയ്യിക്കണമേ. ശ്രദ്ധിക്കട്ടെ.
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിക്ക് അനുബന്ധമായ ഹൃദയം കർത്താവേ പുനർനിർമ്മിച്ചു പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇപ്പം ശതാധിപനെ ദൈവം അനുഗ്രഹിക്കണത് എങ്ങനെയാണ്? ശതാധിപൻ വിശ്വസിച്ചതുപോലെയാണ്. ഈശോ എന്താ പറയണത് ശതാധിപനോട്? 8:13 ആ മെസ്സേജ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:13 ശതാധിപനോട് ഈശോ എന്നാ പറയണത്? നീ വിശ്വസിച്ചതുപോലെ, ഒന്ന് ഏറ്റു പറഞ്ഞേ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. അപ്പൊ അത് ശതാധിപന്റെ പ്രാർത്ഥനയുടെ ഒരു ഷാർപ്നെസ് വ്യക്തമാണ്. ശതാധിപൻ എന്താ പറഞ്ഞത്? കർത്താവേ, നീ ഒരു വാക്ക് ഇവിടെ നിന്ന് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഒരു വാക്ക്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് അയാൾക്ക് വല്ലാത്ത വിശ്വാസമാണ്. അയാളുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത ഈശോയുടെ വചനത്തിൽ കളർപ്പില്ലാതെ, ചഞ്ചരിപ്പില്ലാതെ, സംശയമില്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ വിശ്വാസത്തിൻ്റെ വരുന്ന വിഷയം. ഇന്നലെ ഷേൽ ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞു. ഷേൽ ടീച്ചർ നേരത്തെ ഒരു സാക്ഷ്യകോതവങ്ങനത്തുനിന്ന് ഷേൽ ടീച്ചർ നേരത്തെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2.25 ലക്ഷം ആൾക്കാർ ഇത് കണ്ടെന്നാണ് ടീച്ചർ ഇന്നലെ രേഖപ്പെടുത്തി ഇവിടെ സാക്ഷ്യത്തിന് കൂടെ പറഞ്ഞതാണ്. ഇപ്പോഴും പറഞ്ഞ സാക്ഷ്യം എന്ന് പറയണത്, പണ്ട് 7 മാസം മുമ്പ് ഈ കോതമംഗലത്തെ ഷെൽ ടീച്ചർ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു. മാരകമായ രോഗത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചതാണ്. പക്ഷേ അതിനുശേഷം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ വന്ന് പറഞ്ഞു. ആദ്യത്തെ സാക്ഷ്യൻ 2.25 ലക്ഷം ആൾക്കാർ കണ്ട സാക്ഷ്യം. ഇന്നലത്തെ സാക്ഷ്യം അവർ പറഞ്ഞത് ഇതാണ്: ഈ ആദ്യത്തെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ അവർ മുടന്തിയാണ് വന്നത്. അവർക്ക് വേറെ 2 ഗുരുതരമായ രോഗങ്ങൾ സുഖപ്പെട്ടു, പക്ഷേ അതിനേക്കാൾ ഒരു പുതിയൊരു രോഗം അവർക്കുണ്ടായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ നടുവലിൻ്റെ ഉള്ളിലെവിടെയോ 12ാമത്തെയും 11ാമത്തെയും കശേരികളൊക്കെ നീർവീക്കം ഉണ്ടായി. ഡോക്ടർ അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലിങ്ങോട്ട് വളർന്നു നിൽക്കുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ അവർക്ക് നടക്കാൻ പറ്റണില്ല, മുടന്തിയാണ് ഇവിടെ. ഞാൻ ആൾത്താരെ നിൽക്കുമ്പോൾ അവർ അവർക്കാണ് നല്ല ആവശ്യത്തിന് വണ്ണമുണ്ട്, എങ്കിലും അവർ മുടന്തിയാണ് ഈ ആൾത്താരെ കയറണം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കര, നമുക്കറിയാമല്ലോ, എല്ല് നടുവലിൻ്റെ അകത്ത് വളർന്നു കഴിഞ്ഞാൽ ഡോക്ടർ എന്താ പറഞ്ഞത്? അത് ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമെന്നാണ് പറഞ്ഞത്. ബയോപ്സിക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബയോപ്സിക്ക് എടുക്കണ്ടേ? അതെടുക്കാൻ പറ്റാത്ത സ്ഥലത്താണ്, നടുവിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം വളരണത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല. 6 മാസത്തെ മരുന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ ടീച്ചറിന് എൻ്റെ അടുത്ത് വന്നപ്പോഴേ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ബയോപ്സിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം വളർന്ന് അത് വലിയ ഓപ്പറേഷനിലൂടെ തീരും. എന്താണെന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ, എന്താണെന്നൊക്കെ അത് മനസ്സിലാവാത്ത അവസ്ഥയിൽ അത് നടുവലിൻ്റെ മർമ്മത്തിൽ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റണം. ശീലം നടക്കാൻ പറ്റുമോ, നമുക്ക് കമ്പീരേണ്ടി വരുമോ ഒന്നും അറിയത്തില്ല. കരുത്തരും വണ്ണമുള്ള ആളാണെങ്കിൽ പിന്നെ സഹിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താ വിഷയം? അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഈ ടീച്ചറിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടേന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. മുട്ടയിൽ നിന്നിട്ട് ഞാൻ തിരിച്ച് എന്ന് വെച്ചും സൈത്ത് എടുത്തിട്ട്, ആൾത്താരെ ഞാൻ ശുശ്രൂഷ ചെയ്യണത് ഉടമ്പടി തൈലവും സൈത്തും കൂടി ചേർത്തിട്ടുള്ള ഓയിലാണ് ആൾക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ടീച്ചറിൻ്റെ തള്ളവിരലില്ലേ, ഞാൻ ഈ സൈത്ത് തേച്ച് കൊടുത്തിട്ട് പറഞ്ഞ്, ടീച്ചർ ബാത്റൂമിൽ ചെന്നിട്ട് ഇപ്പം തന്നെ
ആ നടുവിലിൻ്റെ ആ മുടന്തി നിൽക്കുന്ന സ്ഥലത്ത്, അനങ്ങാൻ പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തേച്ചിട്ട് വരാൻ പറഞ്ഞു. അവരത് വിശ്വാസപ്രമാണം ചൊല്ലിയ അതവിടെ പോയി അപ്ലൈ ചെയ്ത് അവർ തിരിച്ചു വന്ന് ബ്ലെസ് ചെയ്തോടുകൂടി ഇവരുടെ കിടപ്പ് ആയിട്ട് അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അത് മാറി. പിന്നെ പതുക്കെ ജോലിയെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ എല്ലാം അവിടെ ഇല്ല. അതിന് പകരം കാൽഷ്യത്തിൻ്റെ ചെറിയൊരു ഫോർമേഷൻ കാണാനും പറ്റണില്ല. തീർന്ന ആ വിഷയം. ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്യണം. ഞാൻ എന്താണ് ചെയ്തത്? ടീച്ചർ എന്താണ് ചെയ്തത്? ഞാൻ ചെയ്തത് മാതാവിൻ്റെ മുമ്പിൽ ഈ വിഷയം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പോലും കയ്യിൽ നിന്ന് വിട്ടുപോയൊരു കാര്യമാണ്. അപ്പം ഞാനെന്ത് ചെയ്ത്, ഞാൻ ഫുള്ളായിട്ട് മാതാവിനെ ആശ്രയിച്ച് അവിടെ മുട്ടയിൽ നിന്നു. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന വിഷയത്തെ അതിൽ വരുന്നൊരു വിഷയം, ഞാൻ മുട്ടയിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ കുറച്ച് സീരിയസ് വിഷയമാണെന്ന് കണ്ടാൽ ഞാൻ അത് മുട്ടയിൽ നിൽക്കും. കാര്യം ഈ പ്രാർത്ഥനകൾക്കെല്ലാം നമ്മുടെ ബോഡി പോസ്റ്ററിനെല്ലാം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. നിന്ന് പ്രാർത്ഥിക്കണതും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണതും. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കമന്ന കിടന്നാണ് പ്രാർത്ഥിക്കുന്നത് ആൾത്താറിലെ അച്ഛന്മാർ, അല്ലേ? ഞങ്ങളൊക്കെ ദുഃഖ വെള്ളിയാഴ്ച കയറുമ്പോൾ ചോസുബിളൊക്കെ റെഡ് ചോസുബിൾ ഇട്ടിട്ട് ആ ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഉച്ചയ്ക്ക് 2:45 ആൾത്താറയിൽ കമന്ന് കിടക്കും 4 മണിക്കൂറോളം. അതെന്തിനാ അങ്ങനെ കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഗെത്സമനിൽ കിടന്നതിൻ്റെ ഓർമ്മയാണ്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ പിതാവിൻ്റെയൊക്കെ ഏറ്റെടുക്കുകയാണ് ഗെത്സമനിയിൽ. അത് വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളെ ക്രിസ്തു പിതാവിൻ്റെ പക്കൽ നിന്ന് ഏറ്റെടുക്കുകയാണ് അതിൻ്റെ പരിഹാരം ചെയ്യാൻ വേണ്ടി. അതിനാണ് ക്രിസ്തു ഗെത്സമനിൽ കമന്ന് കിടക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രെയറാണ്. അത് റെയറായിട്ട് ചെയ്യണ കാര്യങ്ങളാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് പ്രെയർ ചെയ്യാം. പക്ഷേ അങ്ങനെ പ്രെയർ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബോഡി എന്ത് പോസ്റ്റർ കാണിക്കുന്നൊന്നുമല്ല പ്രശ്നം. അതിൽ നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇപ്പം നിങ്ങൾ മുട്ടയിൽ നിൽക്കാൻ ആർക്കാൻ പറ്റാത്തത്. പക്ഷേ അവിടെ മുട്ടയിൽ നിൽക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടുള്ള വിശ്വാസമുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യണം. അവിടെ വിഷയം വേണ്ടത്. ആൾക്കാരിങ്ങനെ യാന്ത്രികമായിട്ട് മുട്ടയിൽ നിൽക്കുകയും കിടക്കുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യും, കൈ പൊക്കുകയും തല ഉയർത്തുകയൊക്കെ ചെയ്യും. ഇതെല്ലാം മെക്കാനിക്കലായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ശാരീരികമായ നമ്മൾ കാണിക്കുന്ന ഓരോ തരത്തിലുള്ള അംഗവിക്ഷേപങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ അകത്ത് ഹാർട്ടുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കുന്നത് നമ്മൾ. അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആൾക്കാർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്ന ഇതാണ്. ഹാർട്ട് ഇതിനകത്ത് ഉണ്ടാകത്തില്ല. നമ്മളിങ്ങനെ ബോഡി പോസ്റ്ററൊക്കെ ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അതിൻ്റെ അകത്ത് ഹൃദയം ഉണ്ടാകത്തില്ല. അപ്പോൾ ഹൃദയം കൂടി അതിൻ്റെ കൂടെ ഘടിപ്പിച്ച് കഴിയുമ്പോഴാണ് ഈ പ്രാർത്ഥന റിസീവ് ചെയ്യണത്. കാര്യം നമ്മളത് മീൻ ചെയ്യുന്ന പോലെ ദൈവത്തിന് തോന്നണം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലാതെ ഞങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെ കാര്യങ്ങൾ ചെയ്യുന്നു. അത് വരുമ്പോൾ ഈ നമ്മുടെ ബോഡി പോസ്റ്റർ ഒന്നാമത്തെ തന്നെ പണ്ട് മുതലേ ദൈവത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമില്ലാത്തതാണ്. മനുഷ്യൻ കാണിക്കുന്ന ഈ മുഖഭാവങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ അംഗവിക്ഷേപങ്ങളോടൊക്കെ ദൈവത്തിന് അത്രയ്ക്ക് ഒരു പോസിറ്റീവ് മൈൻഡല്ല ഉള്ളത്. ഒരാളിൻ്റെ ഫിസിക്കൽ പോസ്റ്റർ, അല്ലെങ്കിൽ അയാളുടെ ആഢ്യത, അല്ലെങ്കിൽ അയാൾക്ക് മറ്റുള്ള എക്സ്റ്റേണൽ പാരാഫെർനാലിയാസൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ദാവീദിൻ്റെ കാര്യം തന്നെ എടുക്കാം. ദാവീദിൻ്റെ കാര്യം എന്താ പറയണത്? ദാവീദിൻ്റെ വീട്ടിൽ സാമുവൽ പ്രവാചകൻ വരുമ്പോൾ ജെസ്സയുടെ എല്ലാ മക്കളെയും അയാൾ കൊണ്ടുവരുന്നുണ്ട്. പ്രഗത്ഭന്മാരായ എല്ലാ മക്കളെയും കൊണ്ടുവന്നിട്ട് സാമുവലിനോട് ദൈവം പറയും ഹീസ് നോട്ട് എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് ദൈവത്തിന് യാതൊരുവിധ ചഞ്ചലിപ്പുമില്ല. നമ്മൾ കൈ ഉയർത്തുമ്പോൾ ചിലപ്പോൾ ഷീസ് നോട്ട് എന്ന് ദൈവം പറയും. എന്താ കാര്യം? നമ്മളിങ്ങനെ കയ്യാങ്കളിക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ദൈവം ഈ അംഗവിക്ഷേപത്തിൽ അത്ര കണ്ട താല്പര്യമല്ല. അത് നമുക്ക് ആ വചനം നോക്കുമ്പോഴേ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒന്ന് സാമുവേൽ 16:7 ഏറ്റുപറഞ്ഞ മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. അതാണ് വിഷയം. അപ്പം ദൈവം ശ്രദ്ധിക്കേണ്ടത് ഹൃദയഭാവത്തിലാണ്. ബാഹ്യം ഇപ്പം നമ്മൾ മുട്ടിൽ നിന്നാലും നിരങ്ങിയാലും വന്ന് കടന്നാലും ഹൃദയത്തിൻ്റെ പൊസിഷനാണെന്ന് ബോഡി പോസ്റ്ററിനേക്കാൾ ഉപരി ബോഡി പോസ്റ്റർ ഹൃദയവുമായിട്ട് ലിങ്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പരാജയം ബോഡി പോസ്റ്ററിൽ ഹൃദയവുമായിട്ട് ലിങ്ക് ചെയ്യാറില്ല. ഹൃദയം അതിൻ്റെ വഴിക്ക് പോകും. ജെറമിയ പറഞ്ഞ പോലെ മറ്റെല്ലാ വസ്തുക്കളേക്കാൾ കൗടില്യം പിടിച്ചതാണ് ഹൃദയമെന്ന്. അതായത് ഹൃദയത്തിൻ്റെ വഴിക്ക് പോകും, ബോഡി പോസ്റ്റർ വേറെ വരും. അങ്ങനെ വരരുത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ശാരീരികമായ പ്രാർത്ഥനയുടെ അടയാളങ്ങളും എൻ്റെ ഹൃദയ വിചാരങ്ങളും ഒന്നായി മാറുവാൻ എന്നെ പുനഃക്രമീകരിക്കണമേ. എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ, ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ അങ്ങ് പുനഃക്രമീകരിക്കണമേ കർത്താവേ. ഉടമ്പടിയിൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന ദൈവമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 36 നിയമാവർത്തന പുസ്തകം പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ട രണ്ടാമത്തെ ഡിസ്പോസിഷനാണ്. നിയമാവർത്തന പുസ്തകം 36. നിന്റെ ദൈവമായ കർത്താവിനെ ഏറ്റു പറഞ്ഞേ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി അവിടെ നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കട്ടെ. അപ്പോഴ് പൂർണ്ണ ഹൃദയമാണ്. ഇപ്പോൾ ഉടമ്പടി, ഇപ്പോൾ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ പ്രെയർ പൂർണ്ണ ഹൃദയത്തോടെ വരണം. ഇപ്പോൾ ഉടമ്പടി തന്നെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എടുക്കാത്തത് കൊണ്ടാണ് ചില ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പറ്റാത്തത്. ഒക്കുവോ? എപ്പോഴും ഞാൻ ഇടക്ക് പറയാറുണ്ട്, പണ്ട് ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അങ്ങേര് ചില ആൾക്കാരോട് ചോദിക്കൂ, ഈ ഉടമ്പടി എടുത്താൽ വല്ലതും കിട്ടുമോ? പുള്ളിക്കറിയത്തില്ല. പുള്ളി വേറെ എവിടെയൊക്കെ പഠിച്ച് തലയിൽ കയറി വന്നിരിക്കുന്ന ആളാണ്. ദൈവത്തോടുള്ള പ്രവർത്തനം, ജനങ്ങളുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പുള്ളിക്കൂട്ട എന്നോട് ചോദിച്ചില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ ചുട്ട മറുപടി കൊടുത്തുതരാം. പക്ഷേ ഇവിടെ ചോദിച്ച് നടന്ന ആൾക്കാർ സ്റ്റാഫിനോടൊക്കെ പുള്ളിക്ക് ഉടമ്പടി എടുക്കണം. അതൊക്കെ മുമ്പ് പുള്ളിയുടെ ഒരു തയ്യാറെടുപ്പാണ്. ഉടമ്പടി എടുത്താൽ വല്ലത് ആര് ഇവിടുത്തെ ചാർജുള്ള കക്ഷിയാണ് ചോദിക്കണമെന്ന് മനസ്സിലാക്കണം. കാര്യം പുള്ളിക്ക് ഇവിടെ വന്നതേ ഉള്ളൂ. അപ്പോൾ ആഴ്ചയിലുള്ള ചില വിഷയം വരുന്നത്. അപ്പോഴേ ഇതുപോലെ പൂർണ്ണ മനസ്സില്ലാതെ ആട്ടക്കാരുണ്ടാവും. ആട്ടക്കാർ ഉടമ്പടി എടുക്കുമ്പോഴാണ് ഉടമ്പടി ആടണത്. ഉടമ്പടി എടുക്കുന്നതൊക്കെ ഇപ്പം നിങ്ങൾ അത് ആൻറ്റി പറഞ്ഞു വിട്ട്, ഉടമ്പടി എടുക്കടി. കഴിഞ്ഞ ദിവസങ്ങളിലൊരു നേഴ്സിൻ്റെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറയുന്നതിൻ്റെ കാര്യത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നേഴ്സ് പ്രൊഫസറാണ് അവർ. അപ്പോൾ അവരുടെ കുട്ടിക്ക് എന്തോ കുടലിൻ്റെ ഭയങ്കര ഗുരുതരമായ രോഗമാണ്. എന്നുവെച്ചാൽ അതൊരു തന്നെ എന്താണ്
നമ്മുടെ ബോഡിയെ കോശങ്ങളെ കഴിക്കുന്ന രോഗങ്ങളില്ലേ, ഓട്ടോ ഇമ്മ്യൂണി ഡിസീസാണ്. അപ്പോൾ അത് ഭയങ്കര അങ്ങ് വന്നാൽ ഭയങ്കര മരുന്നൊന്നും ഇല്ല ഇതിന് ശരിക്കും. അപ്പോൾ പ്രൊഫസറ് ഇവർ നേഴ്സുമാരുടെ പ്രൊഫസറാണ്. പക്ഷെ അത് കാരണം അവർ പറയണത്, എൻ്റെ മോൾക്ക് ഇത് വന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് നീ ഉടമ്പടി എടുക്കടി എന്ന്. അപ്പോൾ എനിക്കതൊരു കോമഡിയായിട്ടാണ് തോന്നിയത്. അവരെ കോമഡി എന്ന വാക്ക് പറഞ്ഞില്ല, അവർ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാകും. അവർ പറഞ്ഞത് അവരുടെ വിശദീകരണം ഇതാണ്. അതായത് ഇതിൻ്റെ ലോജിക്കലായിട്ട് ഇത് വെക്കുക. അപ്പോൾ നമ്മൾ മെഡിക്കലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മരുന്ന് അപ്ലൈ ചെയ്താൽ അത് ആ രോഗം എന്താണ്, അതിൻ്റെ കാരണം എന്താണ്, ആ രോഗത്തിൻ്റെ കാരണം എന്താണ്, ആ കാരണങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാക്സിൻ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും അത് പ്രവർത്തിക്കും. നമുക്കതിൻ്റെ എവിഡൻസ് കിട്ടും. ഉടമ്പടിക്ക് എന്താണ് എവിഡൻസ്? അല്ലെങ്കിൽ എവിഡൻസ് അല്ല, പ്രാർത്ഥനയ്ക്ക് പൊതുവെ ഉണ്ടാകുന്ന എവിഡൻസ് എന്താണ് പ്രാർത്ഥന? അത് ലോജിക്കലായിട്ട് സിങ്ക് ചെയ്യണില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെടുമോ എന്നുള്ള കാര്യം ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് സിങ്ക് ആകുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഉടമ്പടി എടുക്കാനോ പ്രാർത്ഥിക്കാനോ പൂർണ്ണ ഹൃദയം കിട്ടണില്ല. പിടിയില്ല, ഇത് വിഷയമാണിത്. അതായത് ഉടമ്പടി എടുക്കുന്നവർ എന്താണ് നിയമാവർത്തനം 36 എന്താ പറയണത്? നിൻ്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ ഹൃദയത്തോടും. അപ്പോൾ ഒരു പാർഷ്യലായിട്ടുള്ള ഹൃദയം ഉണ്ടാകും. മനസ്സോടെ എടുത്ത് നോക്കാം, എങ്ങനെ ഇരിക്കട്ടെ എന്ന് കാണട്ടെ, ഒരാഴ്ച 1 മാസം എടുക്കാം. ഇങ്ങനെയൊക്കെ ഇരിക്കില്ലേ? ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ കാശും പോകാൻ സാധ്യതയുണ്ട്, സമയം പോകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരേതൊരു ടെസ്റ്റ് കേസാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയണത് ഉടമ്പടിക്ക് ഉപ്പ് നോക്കാൻ പറ്റുന്ന ആൾക്കാരെന്നാണ് പറയണത്. ശരി, ഉടുപ്പ് നോക്കാൻ ടെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്താൽ അപ്പം തന്നെ ആ ഉടമ്പടി ഫ്ലോപ്പായി. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. പല ആൾക്കാർക്കും പറ്റിക്കുന്ന അബദ്ധം അതാണ്. ഉടമ്പടി വെടിക്കെട്ട് പോലെ, ഇപ്പോൾ രതിയൊക്കെ വിശ്വസിച്ച പോലെ വെടിക്കെട്ട് പോലെ വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി വരും. നമ്മുടെ ഈ മറുപടി താമസിക്കാൻ കാരണം നമ്മൾ ആ ഉടമ്പടി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മെൻ്റൽ ഫോർമാറ്റ്. അതാണ് ഞാൻ ഹൃദയം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നമ്മുടെ സബ്ജക്റ്റ് ഹൃദയമാണ്. ഇത് എവിടെ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്ത് പോകണമെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നേഴ്സിൻ്റെ പ്രശ്നം എന്താ? നേഴ്സ് അവർ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഈ കുട്ടിയുടെ കുടലിൻ്റെ അകത്തുണ്ടാകുന്ന ഈ രോഗം അത് ഭക്ഷണം കൊടുക്കാൻ പറ്റണില്ല, വെയിറ്റ് വെക്കണില്ല, കൊച്ച് ക്ഷീണിച്ച് വരുന്നു, പലതരത്തിലുള്ള മരുന്നൊന്നും പിടിക്കണില്ല. അപ്പോൾ അവർ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് 3 മാസം സെർച്ച് ചെയ്തെന്നാണ് പറയണത്. അവർ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രോഗികൾ വരുമ്പോൾ ഇതിന് എന്താണ് എൻ്റെ മറുപടി? അപ്പോൾ ഗൂഗിളിൽ പല സൈറ്റല്ലേ, പല സൈറ്റിലും ഓരോ ആൾക്കാരോ ഓരോ കാര്യമാണ് പറയണത്. ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഇതിൻ്റെയൊക്കെ സൈറ്റുകളുണ്ടാകും, റിസർച്ച് സൈറ്റുകളുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓരോ കാര്യം പറയും. അപ്പോൾ ഇവരതനുസരിച്ചൊക്കെ ഈ കൊച്ചിന് ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് കൊടുക്കുകയോ ചെയ്തെങ്കിലും അങ്ങനെ 3 മാസം ഇങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്താണ് ഈ കുട്ടിയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. കുട്ടിക്ക് മാറ്റമൊന്നുമില്ല. അവസാനം എന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം കൊച്ചിൻ്റെ വഷളായി വരികയാണ്. അവസാനം അമ്മ പറയുന്നുണ്ട് എടി ഉടമ്പടി എടുക്കുക. അവസാനം ഇവർ പരാജയപ്പെട്ട്. കാര്യം ഇവർ നഴ്സിംഗ് പ്രൊഫസറാണെങ്കിൽ ഇവർക്കുള്ള അറിവും സീനിയർ ഡോക്ടർമാർ ഡിസ്കസ് ചെയ്തും, പക്ഷേ കുട്ടി ഏതാണ്ട് മരിക്കണ കണ്ടീഷനായി. ഇവർ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇവർ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഈ ഉടമ്പടി തൈലമെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ വയറ്റിൽ പുരട്ടും. സിമ്പിളാണ് സംഭവം. ഒരാഴ്ചക്കുള്ളിൽ കുട്ടി ആകപ്പാടെ മാറും. അസുഖം എല്ലാം മാറി മാതാവ് അടിപൊളി കുഞ്ഞായിട്ട് മാറ്റും. ഇതാണ് വിഷയം. ഇതിനകത്ത് എന്താ നേഴ്സിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിന് പൂർണ്ണ ഹൃദയത്തോടെ അല്ല ആദ്യകാലങ്ങളിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത്. എന്താ കാര്യം? അവിടെ ബുദ്ധി കാരണം. ചില ആൾക്കാർക്ക് വരുന്ന ഒരു ശാപമാണ് ബുദ്ധി എന്ന് പറയണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു വെച്ചേക്കുന്ന ഫോർമുല അനുസരിച്ച് തന്നെ ആയിരിക്കും അവർ ദൈവത്തെ സമീപിക്കണം. അപ്പോൾ ഒരു ഭാഗിക ഹൃദയമേ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് പൂർണ്ണ ഹൃദയം വേണം ഇതിന്.
അതായത് നമ്മൾ ഉടമ്പടി ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്കെന്താ വേണ്ടത്? ഭാഗികമായ ഹൃദയമല്ല, ഒക്കുവാ ഒത്താക്കൊള്ള കിട്ടിയാൽ കൂട്ടി പോയാൽ ചട്ടി, ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുണ്ട് കഴിക്കാൻ ഇങ്ങനെ നിൽക്കാതെ ഷാർപ്പ് ഷൂട്ടറായിട്ട് വരണം. നെഞ്ചത്ത് കൈവച്ച് കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കൃത്യമായ ബോധ്യങ്ങളാൽ ഉടമ്പടി നടപ്പിൽ വരുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. അപ്പം കൃത്യമായ ബോധ്യം എന്ന് പറയണത് ഇപ്പം ഷേൽ ടീച്ചറിൻ്റെ സാക്ഷ്യം തന്നെ എടുക്കാം. ഇപ്പം സാക്ഷ്യങ്ങൾ എടുക്കുമ്പോഴേ റീസെൻറ്റ് സാക്ഷ്യങ്ങളാണ് നമ്മളെല്ലാം എടുക്കണത്. എടുക്കുമ്പോൾ എന്നെ സംബന്ധിക്കുന്നത് ഷേൽ ടീച്ചർ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇവർ ഇപ്പോൾ ഈ വർഷം റിട്ടയർഡായെന്ന് തോന്നണവർ, അവർ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം ഒരു ധ്യാനം പോലും കളയാതെ എന്ന് കൂടുക മാത്രമല്ല അവർ ഈ സംഭവം ഷെയർ ചെയ്യുക മാത്രമല്ല ഈ ഷെയർ ചെയ്ത ആൾക്കാർ ആ ഉടമ്പടി ധ്യാനം കൂടിയോ ഇല്ലയെന്ന് അവർ ഉറപ്പ് വരുത്തും. ദാറ്റ് മീൻസ് ഷീസ് ഫോളോയിങ്. അല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു പച്ചത്തിരിയും മേടിച്ച് നീലത്തിരിയും മേടിച്ച് വീട്ടിൽ പോയി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ആ ടാപ്പിനോട് വെച്ച് ക്ലോസ് ചെയ്യല്ല, ഇതിനെ ഫോളോ ചെയ്യേ. ഇപ്പം ആ നടുവെല്ല് മുഴുവൻ വെട്ടിപ്പൊളിക്കേണ്ടതാണ്. അവർ കിടന്നു പോകേണ്ട പാർട്ടിയാണ്. ഇവിടെ വന്ന് ഇന്നലെ മണിമണി പോയി സാക്ഷ്യം പറയണത്. കാര്യം എന്താണ്? അവരൊരു ഷാർപ്പ് ഷൂട്ടറാണ്. അവരിവിടെ ഇപ്പം നമ്മളെന്താ പറഞ്ഞിരിക്കണത്? ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ്? യോഹന്നാൻ 2:5 എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. അവൻ പറയണ പോലെ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്താണ് ചെയ്തത് അതാണ് അവൻ പറയണത്. അവൻ്റെ ഒരു പ്രത്യേകത, ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ചെയ്യണ പരിപാടിയില്ല. അവിടെയാണ് വിഷയം വരുന്നത്. അവൻ ഇപ്പോൾ യോഹന്നാൻ 2:5 എന്താ പറയണത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. നമ്മൾ അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്നാണ് ഉടമ്പടി ചെയ്യണത്. അതാണ് സിമ്പിളാണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാം. അവൻ്റെ പറച്ചിൻ്റെ പ്രത്യേകത എന്താ? അവൻ ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യത്തില്ല. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ പറയണത്? ദൈവൻ താനായിരിക്കുന്നു, അല്ലേ? അശരീരിയായിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ താനായിരിക്കുന്നു നമ്മൾ എന്താ പഠിപ്പിക്കണത്? വേറെ ആരും ഉണ്ടാക്കി വിട്ടതല്ലെന്ന്. അതാണ് താനായിരിക്കുന്നു, വേറെ ആരും നിർമ്മിച്ചതല്ലെന്ന്. താനായിരിക്കുന്നു. പിന്നെ എന്താണ്? ആദികാരണമായിരിക്കുന്നു എല്ലാത്തിനും. പിന്നെ അശരീരിയായിരിക്കുന്നു. ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവം അവസാനം ഒരു വാക്കുണ്ട്: വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയില്ലാത്തവനാകുന്നു. ദൈവത്തിൻ്റെ ലക്ഷണം നമ്മൾ പറഞ്ഞില്ലേ? ബേസിക് കാറ്റഗറിസത്തിൽ എന്താ പറയണത്? നാലാമത്തെ ദൈവത്തിൻ്റെ ലക്ഷണം എന്താണ്? വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ എന്ന് പറഞ്ഞ് വഞ്ചിക്കാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യതയില്ലാത്തവനാകുന്നു. ഈ മനുഷ്യൻ്റെ ഒരു സാധ്യത അതാണ്. വഞ്ചിക്കാനും പറ്റും, വഞ്ചിക്കപ്പെടാനും പറ്റും. ഇവിടെ വിഷയം എന്താ കാര്യം? ഒന്ന് പറഞ്ഞിട്ട് വേറെ ഒന്ന് ചെയ്യും. ഇപ്പം നിങ്ങൾ എന്നോട് ഇവിടെ ഉടമ്പടി എടുത്തിട്ടാണ് പോണതെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ വേറെ ഒന്നായിരിക്കും ചെയ്യാൻ പോണത്. അവിടെയാണ് പറയുന്നത് വഞ്ചിക്കപ്പെട്ടു. ഉടമ്പടി വഞ്ചിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ഇവിടുന്ന് പറയും. ഇപ്പം ഇവിടുന്ന് ലോകം മുഴുവൻ പോയി കർത്താവിൻ്റെ വചനം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി, യേശുവിനെ അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണത്. അതിന് ഏറ്റവും ഉടമ്പടി അത്ഭുതങ്ങളുള്ളത് 10, 100, 120 അത്ഭുതങ്ങളുള്ളത് കൃപാസനം പത്രത്തിലാണ്. അത് പ്രൂവണായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ടീച്ചർ തന്നെ പറയണത്, ഞാൻ എല്ലാ ദിവസവും കൃപാസനം പത്രം വാങ്ങി വിതരണം ചെയ്ത്, ചുമ്മയല്ല ഈ വെട്ടിപ്പൊളിച്ച് നടുവ് കിടക്കേണ്ട ആളാണ് എഴുന്നേറ്റ് നടക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തോട് കൃത്യമാണ് ആ കാര്യത്തിലെ, പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ. നിങ്ങളെ ചിലർ വിചാരിക്കുവേ എന്നാൽ പിന്നെ ആരെങ്കിലും കൊണ്ട് കുടിപ്പിക്കാം. ചില ആൾക്കാർ പത്രം വേറെ ആൾക്കാർക്കോട് കുടിപ്പിക്കത്തില്ലേ? അവർക്ക് പോകാൻ
അവർക്ക് പോകാനുള്ള സമയമില്ലെന്നാണ് പറയണത്. പക്ഷേ അതല്ല വിഷയം. അവർക്ക് ഒരാക്ഷേപമാണ്. പത്രം കൊടുക്കുക, പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് അവർക്ക് ചിലപ്പോൾ ആക്ഷേപം വരും. അപ്പോൾ ആക്ഷേപം വരുന്നത് കൊണ്ടാണ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ഹാഫ് മൈൻഡ്, അവിടെ പൂർണ്ണ ഹൃദയം വരത്തില്ല. നിങ്ങൾ തന്നെയല്ല സന്തോഷത്തോടെ ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പൂർണ്ണ ഹൃദയം ഉണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ വേല ചെയ്യാൻ എനിക്ക് അഭിഷേകം നൽകണമേ, എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ, ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവേ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണമേ കർത്താവേ. അമ്മ സാന്നിധ്യത്തിൽ നിറയ്ക്കണമേ കർത്താവേ. ഈശോയുടെ സ്പർശനം ഉണ്ടാകണമേ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്, അല്ലേ? അതായത് അച്ഛൻ ആദ്യം പറഞ്ഞ് ചില ചെടികൾ ചില മണ്ണിൽ നട്ട് കഴിയുമ്പോൾ അതിങ്ങനെ മഞ്ഞ നിറത്തിൽ കോലത്തിങ്ങനെ വരുമെന്ന് പറയും. വിത്ത് അതിൻ്റെ അകത്ത് ഫലങ്ങളൊന്നും കിട്ടത്തുമില്ല. ചില മണ്ണിൽ നല്ല കരിമ്പച്ചയായിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ട് നിറച്ച് ഫലങ്ങളുണ്ടാകും. ഉടമ്പടി സ്പ്രൗട്ട് ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ആ ഹൃദയത്തിൻ്റെ കൾച്ചറിങ് എങ്ങനെയാണെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സുഭാഷിതം 3:5 വചനമുണ്ട്. സുഭാഷിതം 3:5 കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. അവിടെയാണ് വിഷയം എന്നത്. ഇറ്റ്സ് എ വെരി ഗ്രേറ്റ്. സുഭാഷിതം 3:5 ഏറ്റു പറഞ്ഞ് കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത്. അപ്പോൾ നേഴ്സിംഗ് പ്രൊഫസറിൻ്റെ വിഷയം അതാണ്. അവരെന്നാ പറയണത്? ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല. നമ്മൾ എണ്ണ തേച്ചാൽ എങ്ങനെയാണ് കുട്ടിയുടെ ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് സുഖപ്പെടുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താണ്? അതാണ് സംഭവം. അവരെന്താ ഉപയോഗിച്ചത്? അവരുടെ ബുദ്ധിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ? അവരുടെ ബുദ്ധിയാണ്, അവർ പഠിച്ച ശാസ്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളെ പഠിച്ച ശാസ്ത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് ഹൃദയമാണ്. എങ്ങനെയുള്ള ഹൃദയമാണ്? റോമ 9:10 ഹൃദയമാണ്. റോമ 9:10 എന്താ അത്? യേശു കർത്താവാണെന്ന് റോമ 10:9 ഹൃദയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? സ്വന്തം ബുദ്ധിയല്ല. സുഭാഷിതം 3:5 പറഞ്ഞത് എന്താണ്? സ്വന്തം ബുദ്ധിയല്ല നമ്മൾ ആശ്രയിക്കണത്. പിന്നെ എന്താണ് ആശ്രയിക്കണത്? പൂർണ്ണ ഹൃദയം എന്ന് പറയുമ്പോൾ റോമ 10:9 ഹൃദയമാണ്. എന്താണത്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. രണ്ടാമത് എന്താണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഇതാണ് ഇതിന്റെ ലോജിക്ക്. അല്ലാതെ ഫിസിക്കൽ സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് അല്ല
ഇതിൻ്റെ ലോജിക്ക്. ഉടമ്പടി തൈലം തേച്ച ഉടനെ ആ കുട്ടി സുഖപ്പെട്ടെന്ന് നേഴ്സിംഗ് പ്രൊഫസർ പറയണതും, ഞാൻ സൈത്ത് കൊടുത്തപ്പോൾ ബാത്റൂമിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നടുവലിന് പുരട്ടിയിട്ട് വരാൻ തിരിച്ചു വരുമ്പോൾ ആ സ്കാൻ ചെയ്യുമ്പോൾ അത് എല്ല് ഉന്തി ഭാഗം കാണാനില്ലാതിരിക്കുന്നതെല്ലാം അതിൻ്റെ ലോജിക്ക് എന്താണ്? അതിൻ്റെ ലോജിക്ക്, അതിനൊരു സ്പിരിച്വൽ ലോജിക്കുണ്ട്. അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോമ 10:9 എന്താണ്? യേശുവാണ് കർത്താവ്. ഒന്ന് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളത് അത്തരം കൊണ്ട് ഏറ്റുപറയും. ഈ പ്രാർത്ഥനകളെല്ലാം ലോഞ്ച് ചെയ്യിക്കുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ള ഏറ്റുപറച്ചിൻ്റെ കൂടെയാണ് ഈ പ്രാർത്ഥന നമ്മൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നത്. എല്ലാ പ്രാർത്ഥനയും അതായത് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ജീവൻ നൽകുന്നത് യേശുവിൻ്റെ ഉയർപ്പാണ്. നിങ്ങളത് ചിന്തിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കാൻ കാരണം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണെന്ന്. മനസ്സിലായില്ലേ? അതിൻ്റെ ടെക്നിക്കാലിറ്റി അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 10:9. ഞാനീ പ്രാർത്ഥിക്കുമ്പോൾ അധരം കൊണ്ട് ഏറ്റുപറയുകയല്ലേ. ഞാൻ അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അധരം കൊണ്ട് ഏറ്റുപറയുകയാണ്. അധരം കൊണ്ട് എന്താണ് ഏറ്റുപറയണത്? ദൈവം 10:9 അനുസരിച്ച് കൊണ്ട്, റോമ 10:9 അനുസരിച്ച് കൊണ്ട് അധരം കൊണ്ട് നീ ഏറ്റുപറയുമ്പോൾ രക്ഷ പ്രാപിക്കണത്, ക്രിസ്തുവിനെ പ്രാപിക്കണത് എന്തുകൊണ്ടാണ്? ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നാണ്. ഇത് ആണ് പ്രാർത്ഥനയുടെ ജീവൻ എന്ന് പറയണത്. ക്രിസ്ത്യൻ പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തുമായിട്ടാണ് കണക്റ്റഡാണ്. വേറെ ഒന്നുമായിട്ട് കണക്റ്റഡ് കാര്യമില്ല. കാര്യം ഇത് നിത്യത വരെ അത് പോയിക്കൊള്ളൂ, നിത്യത വരെ അത് പോയിക്കൊള്ളും. ഇപ്പം നമുക്ക് നെപ്റ്റ്യൂണിൽ പോകണം, അല്ലെങ്കിൽ നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥത്തിൻ്റെ അപ്പുറത്തും ക്ഷീരപഥങ്ങളുണ്ടെന്ന് പറയാം. പക്ഷെ നമുക്ക് പോകാൻ സംവിധാനങ്ങളില്ല, അല്ലേ? ഗ്രഹങ്ങളിപ്പോൾ ചൊവ്വയിൽ വരെ നമ്മൾ പോയിട്ടുണ്ട്. 12 വർഷം വേണം വേഴത്തിലെത്താൻ. നമുക്ക് വേഴത്തിലെത്താൻ പറ്റത്തില്ല. എന്ത് ഇന്ധനം ഉപയോഗിക്കും? സൂര്യനെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴത്തിലേക്ക് പോകുന്ന വഴിക്ക് ഭയങ്കരമായ ഈ ഇരുട്ടും തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, സൂര്യൻ്റെ പ്രകാശം എക്കാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ വരുമ്പോൾ സോളാർ വർക്ക് ചെയ്യത്തില്ല. ഇവർ സോളാർ വെച്ചാണല്ലോ സൂര്യൻ്റെ പ്രകാശത്തെ ഇന്ധനമാക്കിയാണ് എല്ലാ ചൊവ്വയിലൊക്കെ പോണത്. ചൊവ്വയിലൊക്കെ യന്ത്രം കൊണ്ട് പോണത്. ആ പാനലെല്ലാം സോളാർ പാനലാണ് ഇരിക്കുന്നത്, ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ ഈ മഞ്ഞ് ഗഹ്വരങ്ങളിലേക്ക്, ഇരുട്ട് ഗഹ്വരങ്ങളിലേക്ക് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് സോളാർ പാനൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകണത് ഇപ്പം നടക്കത്തില്ല, പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു പോയാൽ. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ പ്രെയറിൻ്റെ പ്രശ്നം. പ്രെയർ ഒരു ടൈം കഴിഞ്ഞാൽ അവൻ തളർന്ന് വളഞ്ഞ് കുത്താൻ കാര്യം എന്താ? ഇപ്പം നമ്മളൊരു സംഭവം, ഒരു റോക്കറ്റ്, എന്തെങ്കിലും സാധനങ്ങൾ, ബാണമോ എന്തെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അതൊരു, അല്ലെങ്കിൽ ഒരു കല്ല് തന്നെ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം ആ ഭൂമിയുടെ പിടുത്തം കഴിയുമ്പോൾ ഇവൻ്റെ നമ്മൾ എറിയുന്ന ആ ശക്തി കഴിഞ്ഞാൽ പിന്നെ ഇവൻ വളഞ്ഞ് താഴേക്ക് തന്നെ കാണാം. ചില പ്രാർത്ഥനകൾ വളഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവിടെ പ്രഘോഷിക്കപ്പെടാത്തത് കൊണ്ടാണ്. നമ്മൾ ഉയർപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണല്ലേ. ഉയർപ്പൊക്കെ കഴിഞ്ഞ് വെടിയുമാണൊക്കെ പൊട്ടിച്ച് കർത്തായം പൊക്കിക്കൊണ്ടൊക്കെ വന്ന് മറ്റേ എന്തൊക്കെയാണ് പുത്തുക്കുടയൊക്കെ കറക്കിക്കൊണ്ടെന്നൊക്കെ വെച്ച് നമ്മൾ തൊട്ടുമുത്തി നേർച്ചൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് അതിന് അനുഷ്ഠാന രൂപങ്ങളാണ്. ഈ അനുഷ്ഠാന രൂപത്തെ അർത്ഥവത്താക്കുന്നത് ഇതിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഈ വിഷയത്തിൻ്റെ ഹൃദയത്തിൻ്റെ അംഗീകാരമാണ്. എന്താണ്? ഓരോ പ്രാർത്ഥനയും ലോഞ്ച് ചെയ്യിക്കേണ്ടത് 10:9 അനുസരിച്ചുകൊണ്ടാണ്. എന്താണ് 10:9? എന്താ പറയണത്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശു കർത്താവാണ്. യേശു കർത്താവാണെന്ന് വിശ്വസിക്കുന്ന എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഷെൽ ടീച്ചറിൻ്റെ നടുവിൽ അസ്ഥി വളർന്നു വരുന്നു, അതുകൊണ്ട് അവർക്ക് അനങ്ങാൻ പാടില്ല. അവരുടെ ബോഡി വെയ്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് രക്ഷപ്പെടുമെന്ന് ഇവിടുന്ന് രക്ഷപ്പെടത്തില്ല. ഇത് വെട്ടിപ്പൊളന്നേ അവസാനിക്കത്തുള്ളൂ. പൊളന്നാൽ തന്നെ രക്ഷപ്പെടുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്തൊരു കേസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ മുട്ടിൽ നിന്ന് വന്ന് മാതാവിൻ്റെ അടുത്ത്, മാതാവ് ടീച്ചറിനെ രക്ഷപ്പെടുത്തണം. ടീച്ചറെ രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് മാതാവിനോട് പറയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. ടീച്ചർ നല്ലൊരു പ്രേക്ഷിതയാണ്, അതാണ് വിഷയം. ഇവർ രക്ഷപ്പെട്ടാൽ മാതാവിന് വല്ല ഗുണമുണ്ടാകണ്ടേ ദൈവത്തിന്? പല ആൾക്കാരും രക്ഷപ്പെടുത്തിയാൽ ദൈവത്തിന് ദോഷമേ ഉണ്ടാകത്തുള്ളൂ.
അവിടെയാണ് ഒരു അത് പ്രശ്നമാണ്. അത് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. നിങ്ങൾ രക്ഷപ്പെട്ടാൽ ദൈവത്തിന് വല്ല ഗുണവും ഉണ്ടാകുമോ? വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം നിങ്ങൾ പകർന്നു കൊടുക്കുമോ? അതൊരു ചോദ്യമാണ്. ഞാൻ ടീച്ചറിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറിനെ രക്ഷപ്പെടുത്തണം. എന്താ കാര്യം? ഇവർ നല്ല പ്രേക്ഷിതയാണ്. കർത്താവിനോട് ഇങ്ങനെ അവരുടെ ഗ്രൗണ്ട് വെച്ച് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അവരുടെ ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കലിബർ എന്ന് പറയണത് നിങ്ങളുടെ പ്രാർത്ഥന ലോഞ്ച് ചെയ്യണതിൻ്റെ അത് രണ്ടാമത്തെ ഘടകം നിങ്ങളുടെ വിശ്വാസ ജീവിതമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഷൂട്ടപ്പ് ചെയ്ത് പോകണമെങ്കിൽ രണ്ടാമത്തെ ഘടകം ഞാൻ ടീച്ചറിനോട് ഈശോയോട് പറഞ്ഞത് അവർ നല്ല പ്രേക്ഷിതയാണെന്നാണ് പറഞ്ഞത്. കാര്യം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകും. ഇപ്പം ശിഷ്യന്മാർ വന്ന് ഈ ശതാധിപനെക്കുറിച്ച് എന്താ പറയണത്? ഇവനൊരു നല്ല മനുഷ്യനാണ്. നിങ്ങളുടെ ഫയല് ദൈവദർശനെ വെക്കുമ്പോഴേ അതിന് എന്തെങ്കിലും കൂടി നിങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ദൈവദർശനത്തിൽ എന്തെങ്കിലും സ്വീകാര്യത ഉണ്ടാവണം. ഞാൻ ടീച്ചറിനെക്കുറിച്ച് അതാ പറഞ്ഞത്. അവരന്നും നല്ല പ്രേക്ഷിതയായിരുന്നു. എല്ലാ ആൾക്കാരോടും കർത്താവിനെക്കുറിച്ചും എല്ലാ ടീച്ചർമാരോടും അവർ പറയുമായിരുന്നു. പത്രം എല്ലാവർക്കും പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ നിലനിൽക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. അവർക്ക് എന്ത് അസുഖം ഉണ്ടായാലും അവർ നിലനിൽക്കണം. അതുകൊണ്ടാണ് സെക്കൻഡുകൾക്കുള്ളിൽ ആ അത്ഭുതം പെട്ടെന്ന് നടക്കാനും ബയോപ്സി പോലും ചെയ്യാത്ത ഇടങ്ങളിൽ വന്നിരിക്കുന്നതിൽ അത് ദൈവമഹത്വത്തിൽ ഉണ്ടാകാൻ കാരണം ഈ ഞാനിത് പ്രയർ ദൈവദർശനെ പ്ലേസ് ചെയ്ത രീതിയാണ്. അവർ രക്ഷപ്പെടണം, അവർ നിലനിൽക്കണം, അവർ നല്ല പ്രേക്ഷിതയാണ്. എനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്കത് ഇങ്ങനെ ഇപ്പം എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആ കലിബർ നിങ്ങൾക്ക് ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ഗുണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവജനത്തിന് ഗുണമുണ്ടെങ്കിൽ മറ്റു മനുഷ്യർക്ക് വിശ്വാസം വർദ്ധിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ നിങ്ങളുടെ പ്രെയർ ലോഞ്ച് ചെയ്യും പെട്ടെന്ന്. അതറിയണമെങ്കിൽ ലൂക്ക 7:5 3 തൊട്ടുണ്ട്. ശതാധിപൻ 7:3 തൊട്ടുണ്ട്. ലൂക്കാസ് വിശേഷം 7:3. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യന്മാരെ ഭൃത്യനെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുവാൻ ചില യഹൂദ പ്രമാണിമാരെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. യഹൂദ പ്രമാണിമാരെ അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു. എന്താ പറഞ്ഞത്? നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതാണ് സംഭവം. റെക്കമെൻഡ് ചെയ്യുമ്പോൾ എന്ത് ബേസ് അതിൻ്റെ ഗ്രൗണ്ട് എന്താണെന്ന് അറിയണം. നിങ്ങൾക്കെല്ലാം ഒരു നല്ല ഒരു പ്രേക്ഷിത ഗ്രൗണ്ട് ഉണ്ടാകണം. ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. ഇപ്പോൾ ഉടമ്പടിയിലാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ലേ? ഞങ്ങൾ 5 പൈസ അതുകൊണ്ട് ഉണ്ടാക്കണില്ല. കമ്പനിയോട് യൂട്യൂബ് കമ്പനിയോട് 5 പൈസ വാങ്ങിക്കുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയുമ്പോൾ ഗ്രൗണ്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ മേടിക്കാം. 5 ലക്ഷത്തോളം ആൾക്കാരില്ലേ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത് പണപരമായ കാര്യത്തിന് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പ് വന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴേ ഞങ്ങൾക്ക് പറയാം പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഈശോയെ. ഈശോയ്ക്ക് നന്നായി സത്യം അറിയാമല്ലോ. നിന്നെ അവരറിയണം. അവർ സുഖപ്പെട്ടിട്ട് 10 മനുഷ്യരോട് നിന്നെക്കുറിച്ച് അവർ പറയുമ്പോഴേ ലോകം ഇനിയും അറിയാത്ത ആൾക്കാരെ നിന്നെ അറിയും, നിന്നെ ദൈവമായിട്ട് അംഗീകരിക്കുകയും അവരുടെ ജീവിതത്തിലെ നിത്യത രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രേക്ഷിതപരമായ ഐഡിയ ഉടമ്പടി എടുക്കുന്നവർക്കുണ്ടാകണം. കാര്യം ഈശോയുടെ രീതി അനുസരിച്ചാൽ എന്തെങ്കിലും ഗ്രൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്നാണ് ആക്ഷൻ. അതുകൊണ്ട് നിങ്ങളുടെ പത്രം വാങ്ങിക്കുക, പത്രം പ്രാർത്ഥിച്ച് കൊടുക്കുക. പലപാടും ആർക്കെങ്കിലും കൊടുത്തിങ്ങനെ ഒപ്പിച്ചുണ്ടാക്കരുത്. മറിച്ച് ഒരു പത്രം എടുക്കുമ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവിന് ചെല്ലി, കർത്താവേ, യേശുവിനെ അറിയാൻ എന്നെ നീ ഉപകരണമാക്കണമേ. ഇത് വായിക്കുന്നവരോട് പറയണം, നിങ്ങളിത് വായിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറയണം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരേണ്ട. അതാ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നിയാൽ നിങ്ങൾ രക്ഷപ്പെടും. അപ്പം ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഒരു വിഷയം, അല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നണം. യേശുവിനെ അറിയാത്തവർ അറിയണം, ഞാൻ വഴി 10 മനുഷ്യരെ കർത്താവിനെ അറിയണം. അതുകൊണ്ട് അതാണ് അവരാൾ പറയണത്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അതായത് നമ്മളെ റെക്കമെൻഡ് ചെയ്യാനൊരു ഗ്രൗണ്ട് നമുക്കുണ്ടാക്കണം. ഉടമ്പടി ഇങ്ങനെ കുറേ അവസരങ്ങളുണ്ട്. ഞാൻ നിങ്ങൾ രോഗികളെ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. രോഗികളെ കണ്ടില്ല. അവർ ഉടമ്പടി വെച്ചിരിക്കുന്ന കാര്യം എന്താ? വീടാണ്. അവിടെ അനിയത്തിക്ക് വീടില്ല. വളരെ പ്രാക്കപ്പെട്ട ഗതികെട്ട ഒരു ജീവിതമാണ്.
അപ്പോൾ അതുകൊണ്ട് അനിയത്തിക്ക് വീടുണ്ടാകാൻ വേണ്ടി ചേടത്തി വന്ന് ഉടമ്പടി ചെയ്തിരിക്കുക. ഉടമ്പടി ചെയ്തിട്ട് പക്ഷേ ഏക്കണില്ല. ഉടമ്പടി ചെയ്തിട്ട് ആ വിഷയം, ബാക്കി എല്ലാ വിഷയവും നടന്ന് പ്രധാനപ്പെട്ട വിഷയം നടന്നില്ല. അപ്പോഴവൾക്ക് മനസ്സിലായി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കാര്യം രോഗിനെ കാണാൻ പോയിട്ടില്ല, രോഗികളെ കാണാൻ പോയിട്ടില്ല, രോഗികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല, രോഗികൾക്ക് വസ്ത്രം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ വിചാരിച്ചു ഇനി അത് ചെയ്യാമെന്നും പറഞ്ഞ് ഇവർ രോഗീനെ 13 കിലോമീറ്റർ സഞ്ചരിച്ചൊരു കിടപ്പ് രോഗി എടുത്ത് പോയി. ആ രോഗീനെ കട്ടിലേന്ന് പൊക്കി കുളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈലിൽ റിങ് വരും. എന്താ സംഭവം? അനിയത്തിക്ക് വീട് ശരിയായെന്ന്. ഈ ടൈം കണ്ടോ? ടൈം അത്രയും അതായത് നമ്മൾക്ക് വരുന്നൊരു വിഷയമെന്ന് പറയണത് നിങ്ങളിത് അച്ഛൻ ഇങ്ങനെ പറയുമായിരിക്കും, കുറച്ചൊക്കെ ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ ഈ ഉടമ്പടിക്കാരുണ്ട്, ഇവരൊക്കെയാണ് ഈ പണി മേടിക്കണത്. ഉടമ്പടിക്കാർ ആലപ്പുഴ വരണമെന്ന് തന്നെ ഞാൻ പറയണില്ല, വെറുതെ കാശ് കളഞ്ഞ എന്തിനാ. അപ്പം അതുകൊണ്ട് ഇത് ദൈവത്തോട് കാര്യം അവൻ പറയാത്ത ഒരു കാര്യവും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുകയാണ് ഉടമ്പടി. അവൻ പറയാത്ത ഒരു കാര്യം പോലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കൈ പൊക്ക് 100 രൂപ തരാൻ പറ്റുന്നവർ തരാനൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇന്ന് വരെ ഈ കൃപാസ് തുടങ്ങിയിട്ട് ഞാൻ സാമ്പത്തിക വിഷയം 2000 തുടങ്ങിയതാണ്. 87 ഇത് ആദ്യം തുടങ്ങിയത്, കടലോരത്തായിട്ട് കൺവെൻഷൻ. അന്ന് വരെ ഞങ്ങൾ അൾത്താരെയും സാമ്പത്തികമായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യിക്കത്തില്ല. ആർക്കെങ്കിലും അമ്മയെ സഹായിക്കാനുണ്ട്, ഇത് കറണ്ട് ചാർജ് അടിച്ച് പെയിൻ്റ് അടിച്ച് വൃത്തിയായിട്ട് കിടക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവിടെ കൊണ്ടുപോയി ഓഫീസുമായിട്ട് കണ്ട് എൻ്റെ രസീത് വാങ്ങിക്കണമെന്നില്ല. അച്ഛനുമായിട്ടില്ല, ഞാനും ആൾക്കാരെ കാണുന്നത് പബ്ലിക്കായിട്ട് കാണുന്നത്. എന്താ കാര്യം? പബ്ലിക്കല്ലാതെ വേറെ ഒരു കാര്യത്തിൽ ഇല്ലെന്നറിയാൻ വേണ്ടിയാണ്. പബ്ലിക്കല്ലാതെ എല്ലാവരും കാണും, കാണാത്ത ഒരു മനുഷ്യനും കാണാതിരിക്കത്തില്ല. പക്ഷേ ഏറ്റവും സീരിയസ് വിഷയം ആദ്യം എടുക്കും. മുമ്പിൽ ടൈമില്ലാത്ത വിഷയമെല്ലാം എടുക്കും. ഇപ്പം മുമ്പിൽ ഒരു അല്പം സമയം പോലും ഇല്ലാത്ത വിഷയങ്ങളുണ്ടാകും, അതൊക്കെ എടുക്കും ആദ്യം. ഉടമ്പടി പുതുക്കിയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചിലയിടത്ത് സാക്ഷ്യം പറഞ്ഞാലെടുക്കും. വിഷയം അത്രയും സീരിയസ് അല്ലെങ്കിലും അപ്പോൾ സാക്ഷ്യം പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. വിഷയം സീരിയസ് ആണെങ്കിൽ സാക്ഷ്യം പറയാതെ തന്നെ എടുക്കും. കാര്യം അവർക്ക് ചിലപ്പോൾ ഒരു ഉപദേശം കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ബ്ലെസ്സിങ് മാത്രം മതിയാവും, ചിലപ്പോൾ ഇതുപോലെ മുട്ടയെന്നൊരു പ്രാർത്ഥന കൊടുത്താൽ മതിയാകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യണത്, നിങ്ങളത് അവൻ പറയണത് പോലെ തന്നെ ചെയ്യണം. അവൻ പറയണ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവൻ പറഞ്ഞതാണ് ലോകം മുഴുവനും പോകണമെന്ന്, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പം നിങ്ങൾ ആരെ കണ്ടാലും കർത്താവിനെക്കുറിച്ച് പറയാൻ ബാധ്യസ്ഥരാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ പത്രം കൊടുക്കണം. പത്രത്തിലുണ്ടല്ലോ, പത്രം കണ്ടിട്ടല്ലേ എല്ലാ ആൾക്കാരും കൃപാസനത്തിൽ വരണത്. എന്താണ് 100 സാക്ഷ്യങ്ങളൊക്കെ അല്ലേ ഒരു മാസം വരണത്. അത് നമുക്കൊരു 3000 2000 ഒക്കെ അടുത്ത് സാക്ഷ്യങ്ങൾ വരുമ്പോഴാണ് അതിൽ ഏറ്റവും നല്ല സാക്ഷ്യം നോക്കിയാണ് പത്രത്തിൽ വരുന്നത്. അപ്പോൾ സാക്ഷ്യം പറയാത്തവരാണെങ്കിലും ഇപ്പം നിങ്ങൾ നീല പേപ്പറുള്ളവർ അപ്പം തന്നെ അച്ഛനെ കാണാനുള്ള ചീട്ട് കിട്ടും. പക്ഷേ നീല പേപ്പറുള്ളവരുടെയും സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലെസ്സിങ്ങേ കിട്ടത്തുള്ളൂ. എന്താ കാര്യം? എന്തോ ഒരു പന്തികേടുണ്ടെന്ന് എനിക്ക് തോന്നും. നീല പേപ്പറാണ്, ഉടമ്പടി പച്ച കഴിഞ്ഞിട്ട് നീല വരുമല്ല ഒരു കൊല്ലം കഴിയുമ്പോൾ. അപ്പോഴവർക്ക് സാക്ഷ്യം കിട്ടുന്നില്ലെങ്കിൽ അവർ ചുമ്മാ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നിവർത്തിയെന്നല്ലാതെ മനസ്സർപ്പിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ആ സംഭവം ചെയ്ത് കാണത്തില്ല. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ഫെയ്ത്ത്ഫുള്ളാക്കും. അതറിയണമെങ്കിലേ നമ്മൾ മത്തായിയുടെ സുവിശേഷം 5:47, അതായത് സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് ചോദ്യം. അതായത് നമ്മുടെ സാധാരണ കടമകളില്ലേ, മനുഷ്യന്മാർ ചെയ്യുന്ന കടമകൾ, അത് മാത്രം ചെയ്താൽ ഒരിക്കലും കംപ്ലീറ്റ് ആകത്തില്ല നമ്മൾ. അതാണ് വിഷയം. അപ്പനും അമ്മയും നമ്മൾ നോക്കുന്നു, ശരിയാണ്, നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഏണിംഗ് ഒന്നുമില്ല. നമ്മളൊരു സാധാരണ ഒരു പ്രതലത്തിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, ആ ലെവല് ചിലപ്പോൾ അത് കുഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചും വേറെ മണ്ണ് കൊണ്ടുവന്നിട്ട് അത് ഉയർത്താൻ പറ്റും. 2-3 ലെവലാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഒന്ന് കുഴി, പിന്നെ സാധാരണ സമതലം,
പിന്നെ കുന്ന്. ഭൂമിക്ക് 3 ലെവലാണുള്ളത് അല്ലേ? കുഴിയുണ്ട്, പിന്നെ സമതലമുണ്ട്, പിന്നെ കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊച്ചു ഭാഷ ഉപയോഗിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇപ്പോൾ അപ്പനെയും അമ്മയും നമ്മൾ നോക്കുന്നു, അത് സമതലമാണ്, നോക്കില്ല കുഴിയാവും. പിടിയിട്ടേ, അപ്പനും അമ്മയും നമ്മളെ ജനിപ്പിച്ച് വളർത്തിയില്ലേ, അപ്പം അവരെ നോക്കുക എന്ന് പറയണത് സ്വാഭാവികമായൊരു നീതിയാണ്, അത് സമതലമാണ്. അതാണ് ഈശോ ചോദിക്കണത്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കുഴിയാവും. അതാണ് ഈശോ ചോദിക്കുന്നത്. സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷ വിധിയായി എന്താണ് ചെയ്യണത്? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എക്സ്ട്രാ ചെയ്യുന്നതാണ്. ഉടമ്പടി നിങ്ങളെ കൊണ്ട് എക്സ്ട്രാ ചെയ്യിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാവോ? ഉടമ്പടി ചെയ്യിക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്ട്രായാണ്. രോഗികളെ പരിചരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ രോഗികളായിരിക്കണം നിർബന്ധമില്ല, പുറത്തെ രോഗികളെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്ട്രാ വരുന്നതാണത്. എക്സ്ട്രാ. അപ്പോൾ രോഗികളെ പോയി കാണുമ്പോൾ ചിലർ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, അച്ഛാ വീട്ടിലെ അമ്മായിയമ്മ കിടപ്പാണേ, ഞാനാ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കണത്. അപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കേണ്ടത് വീട്ടിലെ, പണ്ട് ലീജിയൻ ഓഫ് അമേരിക്കാർക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇതുപോലെ. അവർ രോഗി സന്ദർശനമുണ്ട്. അവർ രോഗി സന്ദർശനം 47 എന്നൊക്കെ പറഞ്ഞ് വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലീജിയൻ ഓഫ് മേരിലുണ്ടായിരുന്നു. അപ്പോൾ രോഗി സന്ദർശനം അവർ പറയും, അപ്പോൾ അത് എഴുതി വെക്കണം. അപ്പോൾ അവർ രോഗി സന്ദർശനം എന്ന് പറയണത് ആരാണ്? നാത്തൂൻ്റെ വീട്ടിൽ പോയി നാത്തൂനെ കണ്ടച്ച വന്നിട്ട് രോഗി സന്ദർശനം പറഞ്ഞിരിക്കുകയാണ്. അതൊന്നും വകുപ്പിൽ എഴുതാൻ പറ്റത്തില്ല. അതാണ് ഈശോ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റത്തില്ല. മറിച്ച് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അതാണ് വിഷയം. നിങ്ങളുടെ മക്കളെ നോക്കി ആശുപത്രി കിടന്ന് അപ്പനെ നോക്കി അമ്മയെ നോക്കി എന്ന് പറഞ്ഞിട്ട് അതൊന്നും വിശേഷ വിധിയല്ല. 5:47 അവൻ പറയണ പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? എക്സ്ട്രാ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സാധാരണ ഉത്തരവാദിത്തത്തില് കവിഞ്ഞ് സുവിശേഷ വേല ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണമേ. സാധാരണ ഉത്തരവാദിത്തത്തില് കവിഞ്ഞ് സുവിശേഷ വേല ചെയ്യാൻ എന്നെ പ്രാപ്തമാക്കണമേ. ശ്രദ്ധിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവം